ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊരു ചെറിയ ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ മാത്തമാറ്റിക്കൽ ലോജിക് ആണ് പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ചെറിയൊരു ഭാഗം അത് പറയാതെ തന്നെ നിങ്ങൾ അറിഞ്ഞൊരു കാര്യമാണ്. അത് ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. ട്രൂത്ത് ടേബിൾ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ട്രൂത്ത് ടേബിൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ട്രൂത്ത് ടേബിൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വരച്ച് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ട്രൂത്ത് ടേബിളാണ് എന്നുള്ളതൊരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അതിനാണ് ട്രൂത്ത് ടേബിൾ എന്താണ് എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിൾ ആർ യൂസ്ഡ് ടു എക്സിബിറ്റ്, ശരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എക്സിബിറ്റ് എന്നാണ്. എക്സിബിറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആൻഡ് ട്രൂത്ത് വാല്യൂസ് ഓഫ് എ കോമ്പോണൻറ്റ് പ്രൊപ്പോസിഷൻ. അതായത് ഒന്നിൽ കൂടുതൽ പ്രൊപ്പോസിഷനെ കൂട്ടിച്ചേർത്ത് എഴുതുന്ന ടേബിൾ ഫോർമാറ്റാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അതിൽ വാരിയബിൾസ് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലോ ഒന്ന് മാത്രം വരാം. നമുക്കറിയാം യൂണറി ഓപ്പറേറ്റർ വെച്ച് ചെയ്യുമ്പോൾ ഒറ്റൊരു വേരിയബിൾ മാത്രമേ വരുള്ളൂ. പി ആണെങ്കിൽ പിയുടെ നെഗേഷൻ, ക്യൂ ആണെങ്കിൽ ക്യൂവിൻ്റെ നെഗേഷൻ, അങ്ങനെ ഒറ്റ വേരിയബിൾ മാത്രമേ വരുള്ളൂ. അതേസമയം കൺജങ്ഷൻ ആയാലും ബൈജങ്ഷൻ ആയാലും വേറെ ഏതായാലും തന്നെ രണ്ട് വേരിയബിൾ ഉണ്ടാവും. പരസ്പരം ലോജിക്കൽ ഓപ്പറേറ്ററിൽ കൂട്ടിച്ചേർക്കാൻ രണ്ട് വേരിയബിൾ ഉണ്ട്, രണ്ട് പ്രപ്പോഷൻ ഉണ്ടാവും. രണ്ട് പ്രപ്പോഷനും കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതിനെ കോമ്പൗണ്ട് പ്രപ്പോഷൻ എന്ന് പറയാൻ നമുക്കറിയാം. അപ്പോൾ അതിനെ കാണിക്കുന്ന ടേബിൾ അതും എന്താണ്? ട്രൂത്ത് ടേബിളാണ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ അതിനൊന്ന് ഡിഫൈൻ ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ വരച്ച് കാണിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പി ക്യൂ, പി ആൻഡ് ക്യൂ ആണെങ്കിൽ പി ആൻഡ് ക്യൂ, പിൻ്റെ വാല്യൂ ട്രൂ, ഇതാണ് ടേബിൾ എന്ന് വിചാരിക്കുക. ഇതിൽ പി എന്നുള്ള വാല്യൂ, ക്യൂ എന്നുള്ള വാല്യൂ, പിന്നെ പി കൺജങ്ഷൻ ആണെങ്കിൽ പി കൺജങ്ഷൻ ക്യൂ, പി ആൻഡ് ക്യൂ. ഇവിടെ ട്രൂ, ഇവിടെ ഫാൾസ് ആണെങ്കിൽ പി ആൻഡ് ക്യൂ എന്ത്. അത് പി ആൻഡ് ക്യൂ എന്നല്ല, ഏതാണോ ചെയ്യണം അതിൻ്റെ ഓപ്പറേഷൻ്റെ അത് ഓരോന്നും ഇങ്ങനെ എഴുതും. അപ്പോൾ എന്താ പിയും ക്യൂവും രണ്ട് സിമ്പിൾ പ്രപ്പോഷനാണ്. ആ സിമ്പിൾ പ്രപ്പോഷൻ ഉപയോഗിച്ചിട്ട് കോമ്പൗണ്ട് പ്രപ്പോഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ലിസൺ നോക്കൂ. ട്രൂത്ത് ടേബിൾസ് ആർ യൂസ്ഡ് ടു എക്സിബിറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് എ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. ഒരു കോമ്പൗണ്ട് പ്രപ്പോസിഷനിലെ ട്രൂത്ത് വാല്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ കാണിക്കാനാണ് ട്രൂത്ത് ടേബിൾ ഉപയോഗിക്കുന്നത്. അത് കൺജങ്ഷൻ റിലേഷൻഷിപ്പ് ആവാം, ഡിസ്റ്റിങ്ഷൻ ആവാം, നെഗേഷൻ ആവാം, ഇംപ്ലിക്കേഷൻ ആവാം, ഏതോ ഒരു റിലേഷൻഷിപ്പാണ്. ട്രൂത്ത് വാല്യൂസ് ഓഫ് കോമ്പോണൻറ്റ് പ്രപ്പോസിഷൻ. എന്താണ് ഇനി ട്രൂത്ത് വാല്യൂസ് എന്നാണ് ഞാൻ അടുത്ത് പറയാനുള്ളത്. Truth values of proposition. Truthfulness or falsity of a proposition is called its truth value. ഒന്നുകിലുള്ള സത്യം അല്ലെങ്കിൽ തെറ്റ്, അതിൻ്റെ പ്രപ്പോഷനാണ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ അതായത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള കോൺസെപ്റ്റ്, ഇന്നതാണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിനെയാണ് ട്രൂത്ത് വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് സത്യം, അതായത് സത്യം അല്ലെങ്കിൽ സത്യമല്ലായ്മ, അസത്യം എന്ന് പറയുന്നതിൻ്റെ ആ പ്രപ്പോസിഷനെയാണ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. ഇഫ് ദ പ്രപ്പോഷൻ ഈസ് ട്രൂ യു ദെൻ ഇറ്റ്സ് ട്രൂത്ത് വാല്യൂ ഈസ് ഡിനോട്ടഡ് ബൈ ടി. അതായത് നിങ്ങളുടെ ആ പ്രപ്പോഷൻ എന്നുള്ളത് ട്രൂ ആണ് എങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ടി, ട്രൂ എന്ന് ഡിനോട്ട് ചെയ്യും ടി. അതേസമയം അത് ഫാൾസ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. അതിന് മറ്റൊരു തരത്തിൽ നമുക്ക് എഴുതാം, ട്രൂവിനെ 1 എന്നും ഫാൾസിനെ 0 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ട്രൂത്ത് ടേബിളിലെ വാല്യൂസിനെ ട്രൂ ഓർ ഫാൾസ് എന്നോ 1 ആൻഡ് 0 എന്നോ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ട്രൂ ആണ് എന്നുള്ള കണ്ടീഷനെയാണ് നമ്മൾ ടി എന്നത്, ട്രൂത്ത്ഫുൾനെസ്സിനെ കാണിക്കാനാണ് ടി എന്ന് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും തന്നെ ഫാൾസ് എന്ന് ഉപയോഗിക്കും. അത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് ട്രൂത്ത് ടേബിൾ എന്നും ട്രൂത്ത് വാല്യൂ. നമ്മൾ ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ച ഓരോ ലോജിക്കൽ ഓപ്പറേറ്റർ ചെയ്യുമ്പോഴും അതിന് ട്രൂത്ത് ടേബിൾ വരച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ ട്രൂത്ത് ടേബിൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഡിഫൈൻ, കാരണം എക്സാമിനൊക്കെ ഒരു ട്രൂത്ത് ടേബിൾ എന്താണെന്ന് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് അതൊരു ടേമായിട്ടുള്ളത് കൊണ്ട് ഇതിനെ പ്രത്യേകം ഡിഫൈൻ ചെയ്തു. ഇതാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ നിങ്ങൾക്കൊരു കൺജങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പറയാം, ഡിസ്റ്റിങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ, നെഗേഷൻ,
ഏത് ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. കാരണം അതിൻ്റെ ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് തന്നെ വരയ്ക്കാൻ കഴിയും. അത് മസ്റ്റായിട്ടും പഠിച്ചേ മതിയാവും. ഓക്കെ, താങ്ക് യു.